ദ്വയാർത്ഥമുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഭാഷയുടെ അലങ്കാരമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വന്നജ്മു വസ്സജറു യസ്ജുദാൻ. അല്ലാഹു പറയുകയാണ്, വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ, ഈ ഭൂമിലോകത്ത് പച്ചപ്പുകളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന പടവൃക്ഷങ്ങളുണ്ടല്ലോ, അവയെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങളും ചന്ദ്രനുകളും അതുപോലെയുള്ള അല്ലാഹുവിന്റെ എല്ലാ പടപ്പുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോ അവിടെ അല്ലാഹു കൊണ്ടുവന്നത് സുജൂദിന്റെ പദപ്രയോഗമാണെങ്കിൽ സത്യത്തിൽ ഈ ചന്ദ്രനോ അതുപോലെ നക്ഷത്രങ്ങളോ പടവൃക്ഷങ്ങളോ നമ്മൾ ചെയ്യുന്നത് പോലെ സാഷ്ടാംഗം നമിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ, അവര് സുജൂദ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അല്ലാഹു സുജൂദ് ചെയ്യുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാനുള്ള കാരണം, ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന്റെ അടയാളമാണ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അല്ലാഹുവിനെ അവൻ വഴിപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. ആ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വന്നജ്മു വസ്സജറു യസ്ജുദാൻ. ഈ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും പടവൃക്ഷങ്ങളുമെല്ലാം അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ എല്ലാ അടിസ്ഥാനങ്ങളും അവന്റെ എല്ലാ തീരുമാനങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് അവകൾ മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള അന്തരീക്ഷത്തിലുള്ള എല്ലാ കാര്യങ്ങളെടുത്താലും, ഇവിടെയുള്ള കാറ്റാണെങ്കിലും മഴയാണെങ്കിലും ഈ സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി വൈഭവങ്ങളാണെങ്കിലും അതെല്ലാം റബ്ബിന്റെ തീരുമാനത്തിൽ അവനെ വഴിപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആശയമാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വാക്കിൽ തന്നെ പല അർത്ഥങ്ങളുണ്ട്. അത് നല്ലതിനു വേണ്ടി, ഭാഷയുടെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.